പ്രിയപ്പെട്ട സാന, ഈ വിജയം നിനക്കു വേണ്ടിയാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ PSG ആദ്യമായി മുത്തമിടുമ്പോൾ മ്യൂണിക്കിലെ അലയൻസ് അരീനയിൽ ഒരു കൂറ്റൻ ടിഫോ ഉയർന്നു. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ഓർമ്മകൾ 10 വർഷം പിന്നോട്ടോടി. PSG കോച്ച് ലൂയിസ് എൻട്രിക്കെയും 5 വർഷം മുൻപ് മരണപ്പെട്ട മകൾ സാനയും ടിഫോയിൽ മാത്രമല്ല ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിലും നിറഞ്ഞു. സാന, ഈ വിജയം നിനക്കു വേണ്ടിയാണ്. ചാമ്പ്യൻസ് ലീഗിൽ പുതുചരിത്രം പിറന്ന രാവിന് മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. ഒരു അച്ഛൻ്റെയും മകളുടെയും സ്നേഹത്തിൻ്റെ കഥ. യൂറോപ്പിന്റെ പുതിയ രാജാക്കന്മാരായി PSG ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിൽ എത്തിയിരിക്കുകയാണ്. മെസ്സി, നെയ്മർ, എംബാപ്പെ തുടങ്ങി പുകഴ്പെറ്റ താരങ്ങൾ ഒന്നിച്ചണിനിരന്നിട്ടും PSG കിട്ടാക്കനിയായിരുന്ന ചാമ്പ്യൻസ് ലീഗ് ഒരു കൂട്ടം യുവതാരങ്ങളും തന്ത്രശാലിയായൊരു പരിശീലകനും പാരീസിൽ എത്തിച്ചിരിക്കുകയാണ്. മ്യൂണിക്കിൽ നടന്ന കലാശപ്പോരിൽ ഇന്റർ മിലാനെ ഏകപക്ഷീയമായ 5 ഗോളുകൾക്ക് തകർത്താണ് PSG കപ്പ് ഉയർത്തിയത്. അലയൻസ് അരീനയിൽ ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ കോച്ച് എൻട്രിക്കെ ആദ്യം നോക്കിയത് ആകാശത്തേക്കാണ്. പിന്നെ 5 വർഷങ്ങൾക്ക് മുൻപ് ക്യാൻസർ തന്നിൽ നിന്ന് തട്ടിയെടുത്ത മകൾ സാനയുടെ ഓർമ്മകളിലേക്ക്. 2019 ഓഗസ്റ്റ് 30-നാണ് 9 വയസ്സുകാരിയായ മകൾ സാനയുടെ വിയോഗ വാർത്ത എൻട്രിക്കെ ലോകത്തെ അറിയിക്കുന്നത്. സാനയുടെ ശരീരത്തിലെ അസ്ഥികളെയാണ് ക്യാൻസർ ബാധിച്ചത്. 5 മാസത്തോളം രോഗത്തോട് പൊരുതി സാന ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. 2015 ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ യുവന്റസിനെ പരാജയപ്പെടുത്തി സ്പാനിഷ് ക്ലബ്ബ് ബാഴ്സലോണയ്ക്കൊപ്പം കോച്ച് എൻട്രിക്കെ കിരീടം നേടിയിരുന്നു. ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിന്റെ ടർഫിൽ ബാഴ്സലോണയുടെ പതാക നാട്ടി വിജയം ആഘോഷിക്കുന്ന എൻട്രിക്കെയുടെയും അന്ന് 5 വയസ്സുണ്ടായിരുന്ന സാനയുടെയും ചിത്രം ഏറെ പ്രസിദ്ധമായിരുന്നു. ഈ ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തൻ്റെ മകൾക്കൊപ്പം PSG പതാക നാട്ടുന്ന എൻട്രിക്കയുടെ ചിത്രമാണ് ആരാധകർ മ്യൂണിക്കിൽ ടിഫോ ബാനറായി ഉയർത്തിയത്. സാനയ്ക്ക് ആദരമർപ്പിച്ച് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കറുത്ത ടീഷർട്ട് ധരിച്ചാണ് എൻട്രിക്കെ ഫൈനൽ മത്സരത്തിനെത്തിയത്. ട്രോഫി സ്വന്തമാക്കിയ ശേഷമുള്ള പരേഡിനിടെ ഗ്യാലറിയിലെ PSG ആരാധകർ ടിഫോ ഉയർത്തിയതും എൻട്രിക്കയെ വികാരഭരിതനാക്കി. PSG ആരാധകരുടെ ആ പ്രവൃത്തി ഏറെ വൈകാരികമായിരുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും കുറിച്ച് അവർ ചിന്തിച്ചു എന്നത് മനോഹരമായ കാര്യമാണ്. എൻ്റെ മകളെക്കുറിച്ച് ഓർക്കാൻ എനിക്കൊരു കളി ജയിക്കേണ്ട ആവശ്യമില്ല, ചാമ്പ്യൻസ് ലീഗും വിജയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ ദിവസവും അവളുടെ ഓർമ്മകളിലാണ്. അവൾ ഇന്നും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പമുണ്ട്. ഞങ്ങൾ തോൽക്കുമ്പോൾ അവളുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. സാന എപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾ എപ്പോഴും അവളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ അവളെ സ്നേഹിക്കുന്നു. അവളെ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആരാധകരുടെ സ്നേഹത്തിന് മുൻപിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇടറിയ വാക്കുകളിൽ എൻട്രിക്ക് പറഞ്ഞത് ഇത്രമാത്രമാണ്.